ജനങ്ങളെ ആക്രമിക്കുന്നു എന്ന പ്രശ്നമാണ്. മറ്റേതെങ്കിലും വിവാദത്തിന്റെ സ്വഭാവമല്ല ഇതിനുള്ളത്. ഗൗരവതരമായ സ്വഭാവമാണ്. ആളുകളുടെ സുരക്ഷ, ആളുകളുടെ അന്തസ്, ഇവ രണ്ടിനെയും ഒരു സർക്കാർ സംവിധാനം നിരന്തരമായി മുറിവേൽപ്പിക്കുന്നു എന്ന പ്രശ്നമാണ്. അത് നിരന്തരമായ ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അനുഭവങ്ങളെക്കുറിച്ച്. സോ അതുകൊണ്ട് ഈ കാര്യത്തിൽ മലയാളിയെ അഡ്രസ് ചെയ്യാനുള്ള അതിവേഗ ബാധ്യത അതിന് തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കില്ലേ? അതെ, ഇത് കേരളത്തിൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരെ പിരിച്ചുവിട്ട ഒരു ഗവൺമെന്റാണ് പിണറായി പ്രതാപ്. 117 ഉദ്യോഗസ്ഥന്മാരെയാണ്, ക്രിമിനലുകളായി കണ്ടെത്തിയ ഉദ്യോഗസ്ഥന്മാരെ ആണ് നമ്മൾ പിരിച്ചുവിട്ടത്. PSC വഴി നിയമിക്കപ്പെടുന്ന പോലീസുകാരുണ്ട്, പ്രത്യേക റിക്രൂട്ട്മെന്റ് ഭാഗമായി വരുന്നവരുണ്ട്. ഇവരൊക്കെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അധികാര പ്രമത്തതയോടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പണം ലഭിക്കാൻ വേണ്ടി ആളുകളുടെ നില ഈ അധികാരം ദുരുപയോഗിക്കുന്ന അനുഭവങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. 9.5 കൊല്ലമായിട്ട് ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമായി പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത്. ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് ആവർത്തിച്ചുള്ള ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായി അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷെ മുമ്പുണ്ടായിരുന്ന തരത്തിൽ അത്രയും ആഴത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്രിമിനൽ പ്രവർത്തനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഉണ്ടായ ഇടങ്ങളിൽ ശക്തമായ നടപടിയാണ് സർക്കാർ നയം. ഇപ്പോഴും പുറത്തു വന്ന വിഷയത്തിൽ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ സർക്കാരില്ല. അതാണ് യാഥാർത്ഥ്യം. മുമ്പൊക്കെ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഭരിക്കുന്ന കക്ഷിക്ക് വേണ്ടി പോലീസ് ഇപ്രകാരം കടന്നാക്രമണം നടത്തുന്നുവെന്നാണ്. ഇപ്പൊ എന്തായാലും LDFന്റെ കാലത്ത് ഭരിക്കുന്ന കക്ഷിക്ക് വേണ്ടി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന നിലയില്ല. ഇന്നിപ്പോ പുറത്തുവന്ന വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസുകാരനെ വ്യാജമായ മദ്യം ഒരിടത്ത് കൊണ്ട് വെച്ചിട്ട് വേറൊരാളെ കോൺഗ്രസിന്റെ മണ്ഡലം ബസ്സുകളിനെ പിടിപ്പിച്ച കേസാണ് നമുക്ക് ഇന്ന് കണ്ടത്. 15 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ അയാളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ആ മദ്യം പിടിച്ചത് കർണാടകത്തിൽ നിന്നും കോൺഗ്രസിന്റെ മറ്റേ വിഭാഗക്കാരാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ തെറ്റായ നിലയ്ക്ക് ചില ആളുകൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്.